ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയും കറിക്കടലയും കൂടെ ഒരു എരിശ്ശേരിയാണ്. നല്ലൊരു കറിയാണിത്. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും ഒക്കെ കൂടെ കൂട്ടാൻ കൊള്ളും. നല്ലൊരു കറി. കടല ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇട്ടതാണേ. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ചേന നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് ഞാൻ ചെറുതായിട്ട് മുറിച്ചതാണ്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കടലയും ഈ ചേനയും കൂടെ കുക്കറിലിടണം. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. എന്നിട്ട് നല്ല അടച്ച് വെച്ച് 5-6 വിസിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ കുട്ടികളൊന്നും കഴിക്കുകയില്ല. ആ സമയത്ത് നമുക്ക് അരപ്പരച്ചെടുക്കാം. തേങ്ങ ഒരു അരമുറി തേങ്ങ ഇല്ല, ഇത്രയും കുഞ്ഞുള്ളിയും പിന്നെ 2-3 വെളുത്തുള്ളി വേണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യത്തിന് പച്ചമുളക്. ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളേ. കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് വിസിൽ വരട്ടെ. കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ 5-6 വിസിൽ വരണം. വേണ്ട, കഷ്ണമായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത്രയും വേണ്ട. എനിക്ക് നല്ലപോലെ ഉടയണം. നമുക്ക് അരപ്പിനുള്ള ബാക്കി ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇടണം, കുറച്ച് ജീരകം വേണം. ഞാൻ ശകലം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എൻ്റെ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പോലെ വെന്തിട്ടുണ്ട്. കുക്കറിലിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കണം. കുറച്ച് വേവ് കുറഞ്ഞെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഞാൻ നല്ലപോലെ കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ. എന്നിട്ട് നമുക്ക് ഈ അരച്ചെടുത്ത് അരപ്പിടണം. മിക്സി കഴുകിയ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെന്ത് കുറുകി വരുമല്ലോ ഒന്നും കൂടെ അടച്ചു വെക്കുമ്പോൾ. തണുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ കട്ടയാകും. ഇങ്ങനെ കാണുമ്പോൾ ഇച്ചിരി ലൂസാണ്. ഉപ്പ് നോക്കിക്കോണേ. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. അതിനായിട്ട് കുഞ്ഞൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. ഞാൻ കുറച്ച് കൂടുതൽ കടുക് എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണമെന്നില്ല. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് മൊരിച്ചെടുക്കണേ. ഇപ്പോൾ വേണേൽ തുള്ളി മുളക് പൊടി ഇടാം കേട്ടോ. കുറച്ച് കളറും കിട്ടും, എരിവും വേണമെങ്കിൽ. അടച്ച് വെച്ച് തുറന്നപ്പോൾ നല്ലപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. നല്ല ഉടച്ചെടുത്തിട്ടുമുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അത് കുക്കറിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ കറി റെഡി.